2026 ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ ഉത്തരവ് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഏറെക്കുറെ 9 ലക്ഷം പേർ പട്ടികയിൽ നിന്ന് പുറത്താണ്. നമ്മൾ പട്ടിക അകത്താണോ അല്ലേ എന്ന് പരിശോധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണിത്. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, വോട്ടർ പട്ടിക കയ്യിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പേജ് മറിച്ചിട്ട് പരിശോധിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഇപ്പോൾ PDF ഫയൽ ഇറങ്ങിയിട്ടുണ്ട്, അതിലും പരിശോധിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പേരുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ PDF ഫയൽ കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 36-46 പേജൊക്കെ ഉണ്ടാവും. അതിൽ ആദ്യം മുതൽ അവസാനം വരെ നോക്കുന്ന സമയത്താണ് നമ്മുടെ പേര് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുക. പിന്നെ എളുപ്പമുള്ള വഴി ഏതാണ്? ലിങ്ക് വഴി നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ആ വിഷയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ലിങ്ക് വഴി എങ്ങനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക? ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് 2026 ഫൈനൽ വോട്ടർ പട്ടികയുടെ പേജ്, ഇലക്ഷൻ കമ്മീഷൻ്റെ പേജിലേക്ക് അത് കയറി വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിലൊരു ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. അവിടെ എപ്പിക് നമ്പർ അടിക്കാൻ വേണ്ടി പറയും. എപ്പിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡൻറ്റി കാർഡ് നമ്പറാണ്. ഐഡൻറ്റി കാർഡ് എന്ന് പറയുന്ന സമയത്ത് പുതിയ ഐഡൻറ്റി കാർഡ് എന്ന നമ്പറാണ്, പഴയ ഐഡൻറ്റി കാർഡ് നമ്പറല്ല. അപ്പോൾ പുതിയ ഐഡൻറ്റി കാർഡ് നമ്മൾ കിട്ടിയിട്ടില്ലെങ്കിലോ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ SIR ഫോമിൻ്റെ ഏറ്റവും മേൽഭാഗത്ത് ഇടത് ഭാഗത്ത് നമ്മുടെ പേരിൻ്റെ അടിഭാഗത്ത് എപ്പിക് നമ്പർ ഉണ്ട്. പല ആളുകൾക്ക്, അതായത് മുൻപ് എടുത്ത ഐഡൻറ്റി കാർഡ് ഇലക്ഷൻ കമ്മീഷൻ നമ്പർ മാറ്റി പുതിയ നമ്പറിലേക്ക് മാറ്റത്തിരുത്തുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ പല ആളുകൾക്കും ഐഡൻറ്റി കാർഡ് കിട്ടിയിട്ടില്ല. ഐഡൻറ്റി കാർഡ് കിട്ടേണ്ടത് അക്ഷയയിൽ അപേക്ഷിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ അവിടുന്ന് വാങ്ങേണ്ടതാണ്. അപ്പോൾ നമ്മളുടെ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിട്ടുണ്ട്? മാറിയിട്ടുണ്ട്, പുതിയ നമ്പറിലേക്ക് മാറിയിട്ടുണ്ട്. ആ നമ്പറാണ് ഈ പറയപ്പെട്ട എപ്പിക് നമ്പർ നമ്മുടെ SIR ഫോമിൻ്റെ ഇടത് ഭാഗത്ത് ഏറ്റവും മേൽഭാഗത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതാണ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത്. അടിച്ചു കൊടുക്കുന്ന സമയത്ത് സെലക്ട് യുവർ സ്റ്റേറ്റ് എന്ന് ചോദിക്കും. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് സെലക്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ട് പറയും. അതിന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തിൻ്റെ പേരുണ്ടോ അതിൽ നമ്മൾ കേരളം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, തൊട്ട് കൊടുത്താൽ മതി. നമ്മുടെ മൊബൈൽ അത് ക്ലിയറായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നീട് അതിൽ കാപ്ച കോഡ് എന്ന് പറഞ്ഞ 6 അക്കം അല്ലെങ്കിൽ 7 അക്കം നമ്പറുകൾ വരും. കാപ്ച കോഡ് എന്ന് പറയുന്ന സമയത്ത് ഒരു ഇംഗ്ലീഷ് അക്ഷരവും ഇംഗ്ലീഷ് അക്കം കൂടിയാണ്. ABC 236 12 16 അങ്ങനെ പല അക്കങ്ങളും ഓരോരുത്തർക്ക് ഓരോന്നാണ് വരിക. അത് കാപ്ച നമ്മൾക്ക് അടിഭാഗത്ത് നമ്മൾ അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന സെർച്ച് ക്ലിയർ എന്ന് പറയുന്ന 2 ബോക്സ് കാണും. നമ്മൾ സെർച്ചിൽ മാത്രം ക്ലിക്ക് ചെയ്യുക, ക്ലിയറിൽ ക്ലിക്ക് ചെയ്യരുത്. ക്ലിയറിൽ ക്ലിക്ക് ചെയ്താലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ മേലെ നമ്മൾ അടിച്ചു കൊടുത്താൽ എല്ലാം പോയി പോകും. പിന്നെ ആദ്യം മുതൽ രണ്ടാമത് ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ സെർച്ച് മാത്രം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് സെർച്ച് റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേര് ഡീറ്റെയിൽസുകളൊക്കെ അതിൻ്റെ തൊട്ട് താഴെ കാണും. വല്ല കാരണവശാലോ സെർച്ച് റിസൾട്ട് വരുന്നില്ലെങ്കിൽ നമ്മൾ വോട്ടർ പട്ടികയിൽ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. വോട്ടർ പട്ടികയിൽ ഇല്ലെങ്കിലോ ടെൻഷൻ അടിക്കേണ്ട കേസില്ല. പുതുതായിട്ട് ചേർക്കാനുള്ള അവസരമാണിത്. അത് നമുക്ക് ചേർത്താവുന്നതാണ്. അപ്പോൾ ചേർത്ത സമയത്ത് പുതിയ വോട്ടർ പട്ടികയിൽ അഡീഷണലായിട്ട് അത് കൂട്ടിച്ചേർക്കും. അപ്പോൾ മാത്രമല്ല, നമ്മുടെ പേരിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ, വയസ്സിൽ മാറ്റം ഉണ്ടെങ്കിൽ, നമ്മുടെ ഫാദറിൻ്റെ പേരിൽ മാറ്റം ഉണ്ടെങ്കിൽ, വീട്ടുപേരിൽ മാറ്റം ഉണ്ടെങ്കിൽ തെറ്റ് തിരുത്തൽ അതിൻ്റെ സമയമാണിപ്പോൾ. അതും ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ശ്രമിച്ച് നോക്കിയിട്ട് നടക്കുന്നില്ലെങ്കിൽ ആ സർവീസ് ചെയ്യുന്ന ആളുടെ നമ്പർ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ചാൽ അവർ അത് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്തു തരുന്നതാണ്. ഫ്രീ സർവീസ് അല്ല, കാശ് കൊടുക്കേണ്ടി വരും. അത് അവർ പറയത്തില്ലെന്നുള്ളത്. അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഉത്തരവാദിത്തം കൂടി ചെയ്ത് തരുന്നതാണ് എന്ന കാര്യം അറിയിക്കുകയാണ്. ഓക്കെ, പിന്നീട് നമുക്കതിൽ അത് ചെയ്ത് സെർച്ച് റിസൾട്ട് എങ്ങനെയാണ് കാണാൻ പറ്റുക? സെർച്ച് റിസൾട്ട് എന്ന് പറയുന്നത് സീരിയൽ നമ്പർ 1, 2, 3 എന്നുള്ള സീരിയൽ നമ്പർ നമുക്ക് ഇടത് ഭാഗത്ത് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ പേര്, വയസ്സ്, റിലേറ്റീവിൻ്റെ പേര്. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ആരാണോ, ഒന്നുകിൽ ഫാദർ അല്ലെങ്കിൽ മദർ, ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ്. നമ്മൾ ആരാണോ റിലേറ്റീവായിട്ട് ഏറ്റവും അടുത്ത റിലേറ്റീവായിട്ട് കൊടുത്തത്, വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ കൊടുക്കുന്നത് ഫാദറിൻ്റെ പേരായിരിക്കും. വിവാഹം കഴിച്ചവരാണെങ്കിൽ ഭർത്താവിൻ്റെ പേര് അല്ലെ ഭാര്യയുടെ പേര്, അങ്ങനെയൊക്കെ ആയിരിക്കും കൊടുക്കുക. ഏറ്റവും അടുത്ത റിലേറ്റീവാണ് കൊടുക്കുക. അവരുടെ പേര് വരും. പേരിൽ മാറ്റം ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, നമ്മളത് വായിച്ച് നോക്കേണ്ടതാണ്. പിന്നീട് നമ്മുടെ സംസ്ഥാനം, ജില്ല, അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി. അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറഞ്ഞാൽ നിയമസഭയിലേക്ക് നമ്മൾ വോട്ട് ചെയ്യുന്ന സ്ഥലം. ആ പേരാണ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് വരുന്നത്. അതാണ് പിന്നീട് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ പാർട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൂത്ത്, നമ്മുടെ വോട്ട് ചെയ്യുന്ന ഓരോ ബൂത്തിനും ഒരു നമ്പർ ഉണ്ടാവും. അതാണ് പാർട്ട് നമ്പർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് പോളിംഗ് സ്റ്റേഷൻ. ഈ പോളിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ വോട്ട് ചെയ്യുന്ന സ്ഥലം. ഒരു സ്ഥലം ചിലപ്പോൾ അത് സ്കൂളായിരിക്കും, ചിലപ്പോൾ മദ്രസ ആയിരിക്കും, മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങളായിരിക്കും അതിൻ്റെ പേര്. അത് കഴിഞ്ഞാൽ പിന്നെ സീരിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ
ഈ നമ്മുടെ വോട്ടർ പട്ടികയിലുള്ള നമ്പറാണ് സീരിയൽ നമ്പറായിട്ട് വരിക. അപ്പോൾ നമ്മൾ 563 എന്ന് പറഞ്ഞാൽ ആ വോട്ടർ പട്ടികയിൽ 563ാമത്തെ ആളാണ് നമ്മൾ എന്ന് ചുരുക്കം. അങ്ങനെ അതാണ് അതിൽ വരാനുള്ളത്. അതിനുശേഷം പിന്നീട് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് കാണാൻ വേണ്ടി പറ്റും. ആക്ഷൻ എന്ന ബോക്സ് എന്ന് പറഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പേര്, ഫാദറിൻ്റെ പേര്, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും A4 സൈസിൽ നമ്മുടെ നീളത്തിൽ കാണാൻ വേണ്ടി പറ്റും. ഈ പറഞ്ഞതൊക്കെ 1 by 1 ആയിട്ട് ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് അടുത്തത് ഒന്ന്, എന്നാൽ അങ്ങനെയാണ് കാണാൻ പറ്റുക. എന്നാൽ ആക്ഷൻ അടിച്ചു കഴിഞ്ഞാൽ ആദ്യം പേര്, ഫാദറിൻ്റെ പേര്, വയസ്സ്, സ്ഥലം, നമ്മുടെ ജില്ല, കോൺസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പേര്, അങ്ങനെ തുടങ്ങിയിട്ട് ഓരോരോ കാര്യം ലാസ്റ്റ് വരെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പറയപ്പെട്ട ആക്ഷൻ എന്ന് പറയുന്ന ബോക്സ് ക്ലിക്ക് ചെയ്താൽ നമുക്കറിയാൻ വേണ്ടി പറ്റും. പിന്നീട് ഒരു ക്ലിയർ ആണ് വരുന്നത്. ക്ലിയർ അടിച്ചു കഴിഞ്ഞാൽ അതിന് മേലുള്ള എല്ലാം പോയി. പിന്നെ രണ്ടാമത് പുതിയ ആളുടെ ആരെങ്കിലും നമുക്ക് നോക്കണമെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ടാണ് ക്ലിയർ എന്ന് പറയുന്നത്. അതിൻ്റെ അടിഭാഗത്ത് ക്ലിയർ അടിച്ചിട്ടില്ല, അതിൻ്റെ അടിഭാഗത്ത് ഒന്നുകൂടി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവിടെ BLOയുടെ പേരാണ്. BLOയുടെ പേരുണ്ടാവും, മൊബൈൽ നമ്പർ ഉണ്ടാവും. പിന്നീട് അതിൻ്റെ മേലെ ഉദ്യോഗസ്ഥനായിരിക്കുന്ന ERO, അവരുടെ പേരുണ്ടാവും, മൊബൈൽ നമ്പർ ഉണ്ടാവും. അതിൻ്റെ മേലെ ഉദ്യോഗസ്ഥനായിരിക്കുന്ന DEO, അവരുടെ പേരുണ്ടാവും, മൊബൈൽ നമ്പർ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് കൊടുക്കുന്നത്? നമ്മൾക്ക് എന്തോ സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നിർബന്ധമായ രീതിയിൽ നമ്മൾ ഈ 2026 വോട്ടർ പട്ടിക നമ്മുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് പരിശോധിച്ച് ഉണ്ടോ ഇല്ലേ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം, ഇല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സംവിധാന കാര്യങ്ങൾ നമ്മൾ അടിയന്തിരമായിട്ട് തന്നെ ചെയ്യേണ്ടതാണ്. ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന പ്രയാസം നമുക്കുണ്ടാവും. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നിശ്ചിത സമയം കഴിഞ്ഞാൽ, അപ്പോൾ ഇപ്പോൾ തന്നെ പറയുന്ന 9 ലക്ഷം ആളുകൾ പുറത്താണെന്നുള്ളത്, അവർ പിന്നീട് ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എത്തിക്കുക എന്നുള്ളതൊക്കെ ശ്രമകരമാണ്, വലിയ പ്രയാസം, ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ കയറിയിട്ട് അത് പരിശോധിച്ച് ഉറപ്പ് വരുത്തിയിട്ടില്ലെങ്കിൽ അത് ആഡ് ചെയ്യാനുള്ള സംവിധാന കാര്യങ്ങൾ ചെയ്യണം എന്ന് അറിയിക്കുകയാണ്.